കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണിയിലെ ഒരു പ്രധാന ഘടകകക്ഷിയാണ് CPM. CPMന്റെ മുഖ്യമന്ത്രിയാണ് നമ്മുടെ പിണറായി വിജയൻ. അദ്ദേഹം കോൺഗ്രസ് പാർട്ടിക്ക് ഒരു അപൂർവ ബഹുമതി ചാർത്തി കൊടുത്തിരിക്കുകയാണ്. നമ്മുടെ ഈ ഭാരതരത്നം എന്നൊക്കെ പറയുന്നത് പോലെ ഒന്ന്, വഞ്ചക പരീക്ഷ. വിശ്വസിക്കാൻ പറ്റാത്ത വഞ്ചക പരീക്ഷ. പരനാറി, നികൃഷ്ടജീവി മുതലായ മധുര കോമള പദാവലികൾ കൊണ്ട് അമ്മ മലയാളത്തെ ധന്യമാക്കിയ ശ്രീ പിണറായി വിജയന്റെ ഏറ്റവും പുതിയ സംഭാവനയായിട്ട് നമുക്കിതിനെ കണക്കാക്കാം. നമ്മുടെ രാഷ്ട്രീയ നിഘണ്ടുവിലെ ഒരു പുതിയ പദമായിട്ട് ഈ വഞ്ചക പരീക്ഷ എന്ന പ്രയോഗം ഇടം പിടിക്കും എന്ന കാര്യത്തിലും സംശയിക്കേണ്ട. കോഴിക്കോട്, വയനാട് തുടങ്ങിയ സ്ഥലങ്ങളിൽ നടന്ന LDFന്റെ പ്രചാരണ യോഗങ്ങളിലായിരുന്നു ഈ പ്രയോഗത്തിന്റെ നിർമ്മിതി. LDFന്റെ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പ്രസംഗിക്കുന്ന ശ്രീ പിണറായിയെ കേട്ടാൽ തോന്നും അദ്ദേഹം 10-15 വർഷം മുമ്പുള്ള ഏതോ ഒരു തെരഞ്ഞെടുപ്പ് യോഗത്തിലാണ് പ്രസംഗിക്കുന്നതെന്ന്. അദ്ദേഹത്തിന് ഇപ്പോഴും പ്രധാന ശത്രു കോൺഗ്രസ് തന്നെയാണ്. ഇന്ത്യയിൽ BJP അധികാരത്തിലേക്ക് വരാൻ കാരണമായത് കോൺഗ്രസ് ആണെന്ന് അദ്ദേഹം എല്ലാ പ്രചാരണ യോഗങ്ങളിലും ആവർത്തിച്ച് പറയുന്നുണ്ട്. ദേശീയ രാഷ്ട്രീയം അടിമുടി അല്ലെങ്കിൽ അടിപടലെ മാറിയത് പിണറായിക്ക് അറിയാഞ്ഞിട്ടല്ല. പക്ഷേ കോൺഗ്രസിനെ പുലഭ്യം പറയുകയല്ലാതെ അദ്ദേഹത്തിന്റെ സർക്കാരിന്റെ എന്തെങ്കിലും ഭരണ നേട്ടങ്ങൾ പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ വോട്ടിന് വേണ്ടി സമീപിച്ചാൽ അവർ ആട്ടി ഓടിക്കും എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് സംശയമൊന്നുമില്ല. ചരിത്രത്തിൽ ആദ്യമായിട്ട് ശമ്പളവും പെൻഷനും മുടങ്ങിയ വർഷമാണ്. വീരശൂര പരാക്രമികളായ നമ്മുടെ NGO യൂണിയൻകാരെ അതിനുശേഷം പകൽവട്ടത്തിൽ നാം കണ്ടിട്ട് തന്നെയില്ല. പെൻഷൻ വാങ്ങി കഞ്ഞി കുടിക്കാമെന്ന് കരുതിയിരുന്നവരുടെ പള്ളക്കേറ്റ അടിയായി പോയി ഇത്. അതുപോലെയാണ് ക്ഷേമ പെൻഷൻ. ആളുകൾക്ക് പണം കൊടുക്കാതെ എത്രയോ മാസങ്ങളിലെ കുടിശ്ശിക കിടക്കുകയാണ്. അടിമാലിക്കാരി മറിയച്ചേട്ടത്തി പണ്ട് പിച്ചച്ചട്ടിയുമായി ഇറങ്ങിയപ്പോൾ അവരെ പുലിയാട്ട് പറഞ്ഞ ആളുകളൊക്കെ ഇപ്പൊ തലയിൽ മുണ്ടിട്ട് നടക്കുകയാണ്. ഈസ്റ്ററിനും റമദാനും വിഷുവിനും സർക്കാർ പ്രത്യേക ചന്തകൾ, സപ്ലൈകോയുടെ ചന്തകൾ തുറക്കുന്നത് വളരെ സാധാരണമായിരുന്നു. ഇക്കുറി അതില്ല. അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് കുറ്റം പറയുന്നത്. അവർ സമ്മതിക്കില്ല അത്രേ. പക്ഷേ ഇത്തരം സന്ദർഭങ്ങളിൽ എത്രയോ തവണ ജനങ്ങൾക്ക് വേണ്ടി ഇത്തരം നടപടികൾ എടുക്കുന്നതിന് ഒരിക്കലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തടസ്സം നിന്നിട്ടില്ല. ചോദിച്ചാൽ മതിയായിരുന്നു, നമുക്ക് അനുമതി കിട്ടുമായിരുന്നു. ചോദിച്ചിട്ടോ അനുമതി കിട്ടിയിട്ടോ എന്താ കാര്യം? ചന്ത നടത്താൻ ചക്രം വേണ്ടേ? അവിടെ സാധനങ്ങൾ വയ്ക്കണ്ടേ? എങ്കിലല്ലേ ആളുകൾ വരുമ്പോൾ കൊടുക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറ്റം പറഞ്ഞ് ജനങ്ങൾക്ക് വളരെ സൗകര്യപ്രദമായിരുന്ന ചന്തകൾ, സർക്കാർ ചന്തകൾ വേണ്ടെന്ന് വെക്കുകയാണ് സർക്കാർ ചെയ്തത്. അത് മാത്രമല്ല, സപ്ലൈകോയിലോട്ട് പോയി നോക്കൂ. അവിടെ സബ്സിഡി വിലയിൽ നമുക്ക് ചില സാധനങ്ങൾ കിട്ടുമായിരുന്നു. അതൊന്നും ഇപ്പോ കാണാൻ പോലുമില്ല. ഇന്നലെ വാങ്ങാൻ പറ്റുക. അതേസമയം നാട്ടിൽ ധൂർത്തിന്റെ പൊടിപൂരമാണ്. ഖജനാവിൽ കാശില്ല. അവിടെ വേണമെങ്കിൽ ഈ പൂച്ച പെറ്റ് കിടക്കുന്നു എന്നൊക്കെയുള്ള പഴയ പ്രയോഗം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷെ ധൂർത്തിന് യാതൊരു കുറവുമില്ല. പണം ചെലവഴിക്കുന്നതിന് ഒരു നിയന്ത്രണവുമില്ല. ലോക മലയാള സമ്മേളനം, നവകേരള സദസ്സ്, അത് കഴിയുന്ന ഉടനെ മുഖാമുഖം, ഇതിനിടയ്ക്ക് കേരളീയം. കേരളത്തെ ഷോക്കേസ് ചെയ്യാനാണ് അത്രേ. മറ്റത് ഈ നവകേരള സദസ്സ് നടത്തിയത് കേന്ദ്രം സംസ്ഥാന സർക്കാരിനെതിരെ എടുക്കുന്ന നയങ്ങള് ജനങ്ങളോട് തുറന്ന് പറയാനാണ് അത്രേ. അതിന്റെയൊക്കെ തുടർച്ചയായിട്ടാണ് നമ്മൾ കോടതിയിൽ പോയത്. കടമെടുക്കാൻ സാവകാശം തരണം, അനുവാദം തരണമെന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അപ്പോ കേന്ദ്രം പറഞ്ഞു ഒരു ഇത്ര തുക തരാം. അപ്പൊ കേരളത്തിന് അത് പോരായിരുന്നു, കൂടുതൽ വേണം. പക്ഷെ അവസാനം കേന്ദ്രം കോടതിയിൽ സമ്മതിച്ച തുക കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. വീണ്ടും കൂടുതൽ പണമെടുക്കാനുള്ള അനുവാദത്തിന് വേണ്ടി പോയി. അപ്പോ സുപ്രീം കോടതി പറഞ്ഞു ഇത് കളിതമാശയല്ല, ഈ നിങ്ങളുടെ കണക്കുകളിലൊക്കെ ധാരാളം വൈരുദ്ധ്യങ്ങൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇത് ഭരണഘടനാ ബെഞ്ച് പരിശോധിക്കട്ടെ ഈ വിഷയം. അപ്പൊ അതും സർക്കാരിന്റെ വലിയൊരു നേട്ടമായിട്ടാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും ധനകാര്യമന്ത്രി KN ബാലഗോപാലും പറയുന്നത്. നമ്മുടെ സുഹൃത്തിന്റെ കാര്യം പറഞ്ഞല്ലോ, എത്ര കോടി രൂപയാണ് അതിനുവേണ്ടി ചെലവഴിച്ചത് എന്നുള്ളതിന് കണക്ക് പോലുമില്ല. സത്യമായി പറഞ്ഞാൽ കണക്ക് പോലുമില്ല. സർക്കാരിന്റെ
ചെലവുകൾക്ക് ഒരു കണക്ക് വേണ്ടേ? അതില്ലെന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ അവസ്ഥ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അത് മാത്രമല്ല, ചില കേസുകളിൽ CBI അന്വേഷണത്തിന് വരുന്നത് തടയാൻ വേണ്ടി ഡൽഹിയിലെ പേരുകെട്ട വക്കീലന്മാർക്ക് കൊടുത്ത കോടികൾ, വക്കീൽ ഫീസായിട്ട് കൊടുത്ത കോടികൾ, അത് വേറെയാണ്. ഈ സ്ഥിതിയിൽ എന്ത് പറഞ്ഞിട്ടാണ്, എന്ത് ഭരണ നേട്ടം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നമ്മൾ ജനങ്ങളോട് വോട്ട് ചോദിക്കുക? അങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോഴാണ് കേന്ദ്രത്തിന്റെ ഒരു തീരുമാനം വന്നത്. പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കാനുള്ള ഒരു തീരുമാനം. എങ്കിൽ പിന്നെ അതേൽ കയറി പിടിക്കാം എന്ന് തീരുമാനിച്ചു. അതുവഴി കുറച്ച് മുസ്ലിം വോട്ടുകൾ എങ്ങനെയെങ്കിലും കബൂലാക്കാൻ പറ്റുമോ എന്ന് നോക്കാം. പിന്നെ അതിന്റെ ഒരു കാമ്പയിൻ അങ്ങോട്ട് ആരംഭിക്കുകയായിരുന്നു. ആദ്യം മലപ്പുറത്തായിരുന്നു. മലപ്പുറത്തുനിന്ന് വേണമല്ലോ ഈ ഒരു കാമ്പയിനൊക്കെ തുടങ്ങേണ്ടത്. അതാണല്ലോ അതിന്റെ ഒരു ഇത്. പിന്നീട് നാടിന്റെ നാനാഭാഗങ്ങളിൽ പിണറായി വിജയൻ സഞ്ചരിച്ച് ഈ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ വലിയ കാമ്പയിനുകൾ നടത്തി. അപ്പൊ ഈ കൂട്ടത്തിൽ കോൺഗ്രസിനെ വിമർശിക്കാനുമുള്ള സമയവും അവസരവും അദ്ദേഹം കണ്ടെത്തുകയുണ്ടായി. പൗരത്വ ഭേദഗതി നിയമത്തിന്റെ കാര്യത്തിൽ കോൺഗ്രസ് ഒന്നും ചെയ്തില്ലെന്നാണ് പറയുന്നത്. ഭാരത് ജോഡോ ന്യായയാത്ര നടത്തുമ്പോൾ രാഹുൽ ഗാന്ധിയോട് അതേപ്പറ്റി ചോദിച്ചപ്പം അദ്ദേഹം ചിരിച്ചു അത്രേ. ഖാർഗെയെ നോക്കി ചിരിച്ചു. എന്തൊരു കൊള്ളരായ്മയായി പോയി. അതുപോലെ തന്നെ അദ്ദേഹം കണ്ടെത്തുന്നത് ലോക്സഭയിൽ ഈ നിയമത്തിനെതിരായിട്ട് കോൺഗ്രസ് വോട്ട് ചെയ്തിട്ടില്ല. ആ കൂടെ വോട്ട് ചെയ്തത് നമ്മുടെ ആരിഫ് മാത്രമാണ്, ആലപ്പുഴയിൽ നിന്നുള്ള നമ്മുടെ MP. മറ്റവരാരും വോട്ട് ചെയ്തിട്ടില്ല. മറ്റവരാരും അതിനെ എതിർത്തിട്ടില്ല. കേരളത്തിലെ കോൺഗ്രസ് ഒന്ന് ഉച്ചത്തിൽ സംസാരിച്ചു തുടങ്ങിയതാ, പക്ഷേ പെട്ടെന്ന് നിർത്തിക്കളഞ്ഞു. അത് കേന്ദ്രത്തിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ചാണ് എന്ന കാര്യത്തിൽ പിണറായി വിജയൻ യാതൊരു സംശയവുമില്ല. BJPക്ക് അധികാരത്തിലെത്താനുള്ള വഴി കാട്ടിക്കൊടുത്തത് കോൺഗ്രസ് ആണെന്നാണ് ഈ പ്രചാരണ യോഗങ്ങളിലൊക്കെ പിണറായി വിജയൻ ആവർത്തിച്ച് പറയുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഈ വഞ്ചക പരീക്ഷ, അല്ലെങ്കിൽ വിശ്വസിക്കാൻ കൊള്ളാത്ത വഞ്ചക പരീക്ഷ എന്ന പ്രയോഗം രൂപപ്പെടുത്തിയെടുത്തത്. അദ്ദേഹം വിചാരിച്ചിരിക്കുന്നത് നമുക്കൊക്കെ തീരെ ഓർമ്മയില്ലെന്നാ. നമ്മൾ പല കാര്യങ്ങളും മറക്കും, രാഷ്ട്രീയത്തിലെ പല സംഭവങ്ങളും നമ്മൾ മറക്കാറുണ്ട്. പക്ഷെ എല്ലാം അങ്ങനെ മറക്കുമെന്ന് പിണറായി വിജയൻ ധരിക്കുന്നത് ശരിയാവില്ല. എന്തായി RSS, ആരായി BJP? നമ്മളാരും അവരെ കണ്ടിട്ടും കേട്ടിട്ടുമില്ല എന്ന മട്ടിലാണ് പിണറായി വിജയൻ നമ്മളോട് സംസാരിക്കുന്നത്. 1977 കേരളത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ CPM-ന്റെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ BJP നേതാക്കളായ ലാൽ കൃഷ്ണ അദ്വാനിയും മറ്റും വന്നത് മറന്നോ? അന്ന് നമ്മുടെ O രാജഗോപാലല്ലേ? കേരള നിയമസഭയിൽ ആദ്യമായിട്ട് BJPയുടെ അക്കൗണ്ട് തുറന്ന നമ്മുടെ രാജേട്ടനല്ലേ അദ്വാനിയുടെ പ്രസംഗം ട്രാൻസ്ലേറ്റ് ചെയ്തത്, വിവർത്തനം ചെയ്തത്? VP സിംഗിന്റെ കാലത്ത് രാജീവ് ഗാന്ധിയെ തകർക്കാൻ നാഷണൽ ഫ്രണ്ടുമായി കൂട്ടുചേർന്നത് ആരൊക്കെയായിരുന്നു? CPM-ഉം CPI-യും ആയിരുന്നില്ലേ? അന്ന് എല്ലാ വ്യാഴാഴ്ചകളിലും വൈകുന്നേരത്തെ അത്താഴ സദ്യ ഈ നേതാക്കൾ ഒന്നിച്ചായിരുന്നില്ലേ? അതിൽ CPM-നെ പ്രതിനിധീകരിച്ചത് നമ്മുടെ EMS-ഉം അതുപോലെ തന്നെ ഹർകിഷൻ സിംഗ് സുർജിത്തുമായിരുന്നില്ലേ? അതിനുശേഷം UPA സർക്കാർ വന്നു. അതില് CPM ചേർന്നില്ല, CPI ചേർന്നു. ആ മുന്നണിയെ തകർത്തതാരാ? അമേരിക്കയുമായുള്ള ആണവ സഹകരണ കരാറിന്റെ പേരിൽ സത്യത്തിൽ വളരെ നിസ്സാരമായ ഒരു കാരണം പറഞ്ഞ അമേരിക്കൻ വിരോധം മാത്രം കാരണമാക്കിക്കൊണ്ട് അന്ന് UPA സർക്കാരിന്റെ പിന്തുണ പിൻവലിച്ചത് ആരായിരുന്നു? CPM അല്ലേ? ഇതൊക്കെ മറന്നുകൊണ്ടാണ് കോൺഗ്രസിനെ വിമർശിക്കുന്നത്. വാസ്തവത്തിൽ UPA മുന്നണിയുടെ ആ ഒരു തകർച്ചയോടുകൂടിയാണ് ഇന്ത്യയില് BJP അവർക്കൊരു എഴുന്നേൽപ്പ് ഉണ്ടാവുന്നത്. അവർ അധികാരത്തിലൂടെ സഞ്ചരിച്ചു തുടങ്ങിയത് ചരിത്രത്തിലെ ആ ഒരു നിർണായക നിമിഷത്തിന് ശേഷമായിരുന്നു. അത് CPM മറന്നു പോകരുത്. ഇപ്പോൾ മുസ്ലിം വോട്ടല്ലാതെ വേറൊരു വഴിയുമില്ല എന്ന് കണ്ടപ്പോൾ പൗരത്വ നിയമ ഭേദഗതിക്ക് എതിരായിട്ടുള്ള സമരവുമായിട്ട്, പ്രക്ഷോഭവുമായിട്ട് AK-47 ഇറങ്ങിയിരിക്കുകയാണ് പിണറായി വിജയനും കൂട്ടരും. നേരത്തെ ഇവിടെ ഈ നിയമത്തിനെതിരായിട്ട് ചില പ്രക്ഷോഭങ്ങൾ നടന്നിരുന്നു. അതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത കുറെ ആളുകളുണ്ട്. അവരെയൊക്കെ ഇപ്പോഴും പ്രതികളായി തുടരുകയാണ്. അവർക്കെതിരായിട്ടുള്ള കേസുകൾ പിൻവലിക്കാൻ പോലും തയ്യാറായിട്ടില്ല. എന്തിനാ ഈ കാസർഗോഡിനടുത്ത് പഴയ ചൂരി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മദ്രസ അധ്യാപകനായിരുന്ന റിയാസ് മൗലവി കൊല്ലപ്പെട്ടു. RSSകാരായിരുന്നു പ്രതികള്. ഉറക്കത്തിൽ അദ്ദേഹത്തെ വധിക്കുകയായിരുന്നു.
ആ കേസിൽ മര്യാദയ്ക്ക് ഒരു അന്വേഷണം നടത്താൻ പോലും പിണറായി വിജയന്റെ പോലീസിന് സാധിച്ചിട്ടില്ല. അതിലെ പ്രതികളെ കാസർഗോഡ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വെറുതെ വിട്ടു. കോടതി പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? ഒട്ടും നിലവാരമില്ലാത്ത അന്വേഷണം എന്നാണ്. വിശ്വാസ യോഗ്യമല്ലാത്ത തെളിവുകൾ, സാഹചര്യ തെളിവുകൾ ഈ കേസ് തെളിയിക്കുന്നതിനൊട്ടും മതിയായതായിരുന്നില്ല. അതുപോലെ പ്രോസിക്യൂഷൻ ഹാജരാക്കിയ ശാസ്ത്രീയ തെളിവുകൾ അതും വിശ്വസനീയമായിരുന്നില്ല. കോടതി അന്വേഷണത്തെ വിമർശിച്ചുകൊണ്ട് ഈ വധക്കേസെടുത്ത് ചവറ്റുകൊട്ടയിൽ എറിയുകയാണ് ചെയ്തത്. വളരെ നിസ്സാരമായ ഒരു കേസിൽ പോലും പ്രതികൾക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റാത്ത പോലീസ്. ഇതൊക്കെ മറന്നുകൊണ്ടാണ് ഇപ്പോൾ പാർലമെന്റ് പാസാക്കിയ ഒരു നിയമം പാസാക്കുന്നതിനെതിരെ ഇവിടെ വടിവാളും കോടാലിയും ഒക്കെ ആയിട്ട് നമ്മുടെ മുഖ്യമന്ത്രി, അദ്ദേഹത്തിന്റെ പാർട്ടി രംഗത്തിറങ്ങുന്നത്. പൗരത്വ ഭേദഗതി നിയമത്തിന്റെ പേരിലും അതുപോലെ തന്നെ അയോധ്യയിൽ രാമക്ഷേത്രം ഉയർന്നതിനെ തുടർന്നുണ്ടായ സാഹചര്യങ്ങളിലും ഉത്കണ്ഠപ്പെട്ട് നിൽക്കുന്ന ഒരു ജനസമൂഹം, അല്ലെങ്കിൽ ധാരാളം ആശങ്കകളുള്ള ഒരു സമൂഹം, അവരെ എങ്ങനെയാണ് 3-4 സീറ്റുകൾ കിട്ടാൻ പോകുന്ന ഒരു പാർട്ടിക്ക് സംരക്ഷിക്കാൻ കഴിയുക എന്ന ചോദ്യം അവർ നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. SDP എടുത്തൊരു തീരുമാനമുണ്ട്. അവര് CPM-മായി രഹസ്യ വേഴ്ചയിൽ ഉണ്ടായിരുന്ന ഒരു പാർട്ടിയാണ്. അവർക്കിപ്പോൾ കാര്യങ്ങൾ മനസ്സിലായിരിക്കുന്നു. CPM-നെ പിന്തുണച്ചതുകൊണ്ട് കാര്യമില്ല. അവര് UDF-ന് വോട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുക. അത് UDF-മായി ചർച്ച നടത്തിയിട്ടല്ല. അതിന് സംസ്ഥാന പ്രസിഡന്റ് തന്നെ ഞങ്ങള് ഏകപക്ഷീയമായി എടുത്തൊരു തീരുമാനമാണ്, രാഷ്ട്രീയ തീരുമാനമാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇത് എങ്ങനെ ഈ തെരഞ്ഞെടുപ്പിനെ മുസ്ലിങ്ങൾ കാണുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവാണ്. ഇപ്പൊ SDPI കോൺഗ്രസിന് അല്ലെങ്കിൽ UDF-ന് പിന്തുണ നൽകുന്നത് കൊണ്ട് കോൺഗ്രസിന്റെ വർഗീയ ബന്ധങ്ങൾ നമ്മൾ മനസ്സിലാക്കി വികൃതമായ രാഷ്ട്രീയ മുഖം കണ്ടു എന്നൊക്കെ BJP-ക്കും CPM-നും ഒക്കെ പറയാം. പക്ഷേ ഇതിനെ ഒരു സൂചനയായി കണക്കാക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ രാഷ്ട്രീയ പരിതസ്ഥിതിയിൽ ഇന്ത്യയിലെ ന്യൂനപക്ഷമായ ക്രൈസ്തവരും മുസ്ലിങ്ങളും അല്പമെങ്കിലും പ്രതീക്ഷ പുലർത്തുന്നത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണിയിലാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. മണിപ്പൂരിനെ പറ്റി നമ്മൾ ധാരാളം ചർച്ച ചെയ്തു. മണിപ്പൂരിൽ കഴിഞ്ഞ ഈസ്റ്റർ ഞായറാഴ്ച പ്രവൃത്തി ദിനമായി പ്രഖ്യാപിച്ചതോടെ ക്രിസ്ത്യാനികളുടെ ശുഭാപ്തി വിശ്വാസത്തിന്റെ ശവപ്പെട്ടിയിലുള്ള അവസാനത്തെ ആടിയും അടിച്ചു കഴിഞ്ഞു. ആ തീരുമാനം പിന്നീട് പിൻവലിച്ചു എന്നുള്ളത് ശരിയാണ്. അതുപോലും വോട്ടിന് വേണ്ടി മുതലാക്കാൻ ശ്രീ പിണറായി ശ്രമിക്കുന്നുണ്ട്. അവിടെ രാഹുൽ ഗാന്ധി പോയില്ല, അവിടെ ആനി രാജ മാത്രമാണ് പോയത് എന്നൊക്കെ പറയുന്നത്. അവിടെ ആദ്യം പോയത് രാഹുൽ ഗാന്ധി ആയിരുന്നു. പോലീസിന്റെ അനുമതി ഇല്ലാതിരുന്നിട്ടും അദ്ദേഹത്തെ തടയാൻ ശ്രമിച്ചിട്ടും അദ്ദേഹം കഴിയാവുന്ന സ്ഥലങ്ങളിലെല്ലാം പോയി ഈ അക്രമങ്ങൾക്ക് വിധേയരായ ആളുകളെ കാണുകയുണ്ടായി. പൗരത്വ നിയമം ഉപയോഗിച്ച് അല്ലെങ്കിൽ മണിപ്പൂര് പറഞ്ഞുകൊണ്ട് ന്യൂനപക്ഷത്തിന്റെ കുറെ വോട്ടുകൾ നേടാമെന്നുള്ളതാണ് പിണറായി വിജയന്റെ കണക്കുകൂട്ടൽ. പക്ഷേ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വോട്ടുകളുടെ സമാഹരണം UDF-ന് അനുകൂലമായിരിക്കും എന്നാണ് സാഹചര്യങ്ങൾ വ്യക്തമാക്കുന്നത്. തെരഞ്ഞെടുപ്പുകളിൽ CPM-ന് എപ്പോഴും കൃത്യമായ ഒരു അജണ്ടയുണ്ടായിരുന്നു. അവർക്ക് ജനങ്ങളുടെ മുമ്പിൽ വയ്ക്കാൻ വിഷയങ്ങളുണ്ടായിരുന്നു. പക്ഷേ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതിന്റെ ചുരുക്ക് പോലും ഇപ്പോഴും അവർക്ക് തീർന്നിട്ടില്ല. പരാജയപ്പെട്ടു പോയ ഒരു ഭരണത്തിനെ ചുക്കാൻ പിടിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി നേരിടുന്ന വളരെ ദയനീയമായ അവസ്ഥയാണ് നമ്മളിപ്പോൾ കാണുന്നത്. വർഗീയമായ വോട്ടുകൾ കൊണ്ട് മാത്രം ജയിക്കാൻ ശ്രമിക്കുന്ന ഒരു വിപ്ലവ പാർട്ടിയുടെ ഇന്നത്തെ അവസ്ഥ.